ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ റേഷ്യോ എന്ന ചാപ്റ്ററാണ്. അപ്പോൾ അതിലെ ആദ്യത്തെ പേജിലെ, അതായത് പേജ് നമ്പർ 87 പ്രോബ്ലംസ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വളരെ എളുപ്പമാണ് റേഷ്യോസ്. നമ്മൾ സിമ്പിൾ ഡിവിഷനാണ് നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത്. ഇവിടെ അപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് നമുക്ക് ഈ ഒരു റെക്റ്റാങ്കിൾ നോക്കാം. ഇത് നോക്കൂ, 2 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററും ആണ് ഇതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും. ഓക്കെ, അവിടെ ഈ 2 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 6 സെൻറ്റിമീറ്ററിൻ്റെ, അതായത് 3 ടൈംസ് ആണ്. 2 ഗുണിക്കണം 3 ആണ് 6. അതേപോലെ 1.5 സെൻറ്റിമീറ്റർ ഇവിടെ തന്നിട്ടുണ്ട്. 1.5 ഇൻറ്റു 3 ആണ് 4.5 അല്ലേ. അപ്പോൾ ഇതെന്താണ്? ഇവിടെ ഹൈറ്റും വിഡ്ത്തും തമ്മിലുള്ള റേഷ്യോ 1:3 ആണ്. ഇത് 1 ആണെച്ചാൽ ഇവിടെ 3 ആണ്. ഓക്കെ, ഇത് 2 ആണെച്ചാൽ ഇവിടെ 6 ആണ്. ആ ഒരു പ്രൊപ്പോർഷൻ എന്താണ്? 1:3 ആണ്. ഇവിടെ 1.5 ആണെച്ചാൽ ഇവിടെ 4.5 ആണ്. അതായത് ഇവിടെ 1 ആണെച്ചാൽ അതിൻ്റെ 3 ഇരട്ടി ആയിരിക്കും, 3 ടൈംസ് ആയിരിക്കും. ആ ഒരു രീതിയിലാണ്. അപ്പോൾ നമുക്കിത് എന്ത് പറയും? ഇത് റേഷ്യോയിലാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി റൈറ്റ് ഡൗൺ ദ റേഷ്യോ ഓഫ് ദ ഹൈറ്റ് ടു വിഡ്ത്ത് ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് റെക്റ്റാങ്കിൾ യൂസിങ് ദ സ്മോളസ്റ്റ് പോസിബിൾ നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ നമ്മുടെ ഈ റേഷ്യോയിലൊക്കെ നമ്മൾ ഡിവിഷൻ ചെയ്യേണ്ടത് അതിൻ്റെ പ്രോഡക്റ്റ് നമുക്ക് ഏറ്റവും ചെറിയ രൂപത്തിൽ കിട്ടുന്ന വിധത്തിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 8 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ. ഇവിടെ 8ലും 10ലും കോമൺ ആയിട്ട് ഏതാണ്? നമുക്ക് 2 ആണെന്നറിയാം. അപ്പോൾ 8 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് 4 ആണ്. 10 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് 5 ആണ്. ഇനി 4ഉം 5ഉം ഒന്ന് ഈവൻ നമ്പറും ആണ്, ഒന്ന് ഓഡ് നമ്പറും ആണ്. ഇനി ഇതിൽ നമുക്ക് കോമൺ ആയിട്ട് ഒന്നും നമുക്ക് ഡിവിഷൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എത്രയാണ്? 4:5 ആണ്. ഇനി നമുക്ക് അതേപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇവിടെ 8 സെൻറ്റിമീറ്ററും അതേപോലെ തന്നെ 8 മീറ്ററും 12 മീറ്ററുമാണ് തന്നത്. അപ്പോൾ 8:12. 8ലും 12ലും കോമൺ ആയിട്ട് പോകുന്നത് ഏതാണ്? നമുക്കറിയാം, ഏതാണ്? 4 ആണ്. ഈ 4 8ൽ എത്ര ടൈംസ് പോകും? 8ൽ 4 2 ടൈംസ് ആണ്. അതേപോലെ 12ൽ 4 3 ടൈംസ് ആണ്. അപ്പോൾ ഇവിടെ ആൻസർ എത്രയാണ്? 2:3. ഇത് ഒന്ന് ഓഡ് നമ്പറും ഒന്ന് ഈവൻ നമ്പറും ആണ്. ഇനി നമുക്ക് ഇതിനെ ഡിവിഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമാണ്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്രയാണ്? 2:3. ഓക്കെ, 2:3. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എന്താണ്? ഹൈറ്റ് 20 സെൻറ്റിമീറ്ററും വിഡ്ത്ത് 1 മീറ്ററും ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത് സെൻറ്റിമീറ്ററിലും ഇത് മീറ്ററിലും ആണ് തന്നത്. അപ്പോൾ 20 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ 100 ഒരേ മീറ്ററിൽ യൂണിറ്റിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അപ്പം 20:100 സെൻറ്റിമീറ്റർ. അപ്പോൾ 20ലും 100ലും കോമൺ ആയിട്ട് ഏതാണ്? നമുക്ക് 20 തന്നെ നമുക്ക് എടുക്കാം. അതായത് 20 ഡിവൈഡഡ് ബൈ 100 ഡിവൈഡഡ് ബൈ 20. അപ്പം 20 ഡിവൈഡഡ് ബൈ 20 എത്രയാണ്? 1. 100 ഡിവൈഡഡ് ബൈ 20 എത്രയാണ്? 5. ഓക്കെ, അപ്പോൾ നമുക്ക് 1:5 എന്ന് ആൻസർ കിട്ടി. അപ്പോൾ മൂന്നാമത്തെ ആൻസർ എത്രയാണ്? 1:5. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത് 20 സെൻറ്റിമീറ്റർ ആണ്. 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി ഹൈറ്റ് 40 സെൻറ്റിമീറ്റർ, അതേപോലെ തന്നെ വിഡ്ത്ത് 1 മീറ്റർ. ഓക്കെ, വിഡ്ത്ത് 1 മീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 100ലേക്ക് ആക്കണം. ഓക്കെ, 40 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ഇവിടെ നമുക്ക് ഏതാണ്? 20 തന്നെ എടുക്കാം. 40 ഡിവൈഡഡ് ബൈ 20, 100 ഡിവൈഡഡ് ബൈ 20. 40 ഡിവൈഡഡ് ബൈ 20 എത്രയാണ്? 2. 100 ഡിവൈഡഡ് ബൈ 20 എത്രയാണ്? 5. 2:5. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് സിമ്പിൾ ആക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ എത്രയാണ്? 2:5. ഇനി ലാസ്റ്റ് നമുക്ക് നോക്കാം ഹൈറ്റ് 1.5 സെൻറ്റിമീറ്ററും അതേപോലെ വിഡ്ത്ത് 2 സെൻറ്റിമീറ്ററും ആണ് അല്ലേ. 1.5 സെൻറ്റിമീറ്ററും വിഡ്ത്ത് 2 സെൻറ്റിമീറ്ററും ആണ്. അപ്പോൾ നമുക്കിത് നോക്കാം. 1.1:5:2. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. നമുക്ക് 1.5 ആണ്, 2 ആണ് തന്നത്. അപ്പോൾ നമുക്കിവിടെ 0.5 എന്നുള്ളത് 0.5 പ്ലസ് 0.5 പ്ലസ് 0.5 പ്ലസ് ആണ് 3.
അല്ലേ? അങ്ങനെ 3 ടൈംസ് ആണ് 1.5. അതേപോലെ 4 ടൈംസ് ആണ് 2 വരുന്നത്. 0.5 4 ടൈംസ് ആണ് 2 വരുന്നത്. അപ്പോൾ നമുക്കിത് എന്ത് എഴുതാം? 3:4 എന്ന് എഴുതാം. ഓക്കെ, അതായത് 1.5നെ 0.5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 2നെ 0.5നോട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ നമുക്ക് 3:4 ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു പ്രോബ്ലം കഴിഞ്ഞു. ഇനി നമുക്ക് ടേബിളിലുള്ള പ്രോബ്ലം നോക്കാം. അതും ജസ്റ്റ് ലൈക്ക് ഇതേപോലെ തന്നെയാണ്. 6 അല്ലേ? 6 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 6ലും 8ലും കോമൺ ആയിട്ട് 2 ആണ്. അപ്പം 6 ഡിവൈഡഡ് ബൈ 2 3, 8 ഡിവൈഡഡ് ബൈ 2 4. അപ്പം നമുക്ക് ഇവിടെ എന്ത് എഴുതാം? 3:4 എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇവിടെ 3:4 എന്ന് തന്നിട്ടുണ്ട്, ഇത് 3 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ ഉള്ളത് എന്തായിരിക്കും? ഇത് 3 ആൻസർ എന്തായിരിക്കും? ഇത് 4 ആണ് അല്ലേ? ഇത് 3 ആൻസർ ഇതെന്തായിരിക്കും? 4 ആയിരിക്കും. സിമ്പിൾ. ഓക്കെ, ഇനി ഇവിടെ 3/4 തന്നിട്ടുണ്ട്, ഇവിടെ 1ഉം തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റേഷ്യോ എന്തായിരിക്കും? ഓക്കെ, 3/4 1ഉം തന്നിട്ടുണ്ടെങ്കിൽ 3/4:1. ഇവിടെ നമുക്കറിയാം ഇത് 3/4 എന്ന് പറയുന്നത് 1/4 + 1/4 + 1/4 ആണ് 3/4 എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 1 എന്ന് പറയുന്നത് 1/4 + 1/4 + 1/4 + 1/4. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 3:4 എന്ന് എഴുതാം. ഓക്കെ, 3:4 എന്ന് എഴുതാം. മനസ്സിലായല്ലോ? അതായത് 3/4നെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 1/4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 1/4 നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ നേരത്തെ പഠിച്ചാണ്. 3/4 × 4/1. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ 4ഉം 4ഉം കട്ട് ചെയ്തു, അപ്പോൾ നമുക്ക് 3 കിട്ടി. ആ 3 ആണ് ഇവിടെ. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വേണ്ട. 3/4:1 ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പം നമുക്കറിയാം 3/4ലും 1ലും കോമൺ ആയിട്ട് പോകുന്നത് ഏതാണ്? 1/4 ആണ് അല്ലേ? അപ്പോൾ നമ്മൾ 3/4 ഡിവൈഡഡ് ബൈ 1/4 നമ്മൾ ഡിവിഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഡിവിഷൻ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ചാപ്റ്ററിലൊക്കെ പഠിച്ചു, നമ്മൾ എന്താക്കണം? റെസിപ്രോക്കൽ കണ്ട് ഇൻറ്റു ചെയ്താൽ മതി എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ 3/4 × 4/1 ചെയ്തു, 4ഉം 4ഉം കട്ട് ചെയ്തു, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 3 എന്ന് ആൻസർ കിട്ടി. അതേപോലെ ഇനി 1നെ നമ്മൾ 1/4 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അങ്ങനെ പറയുമ്പോൾ 1 ഡിവൈഡഡ് ബൈ 1/4 എന്ന് പറയുന്നത് 1 × 4/1 ആണ്. അതായത് റെസിപ്രോക്കൽ ഇട്ട് തിരിച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ എത്രയാണ്? 4/1 കിട്ടി. അപ്പോൾ ആദ്യം 3ഉം കിട്ടി, പിന്നെ 4ഉം കിട്ടി. അപ്പം കൺഫ്യൂഷൻ തീർന്നല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. 6ഉം 15ഉം തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 6ഉം 15ഉം തന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 6ഉം 15 ഇതിൽ കോമൺ ആയിട്ട് പോകുന്ന ഏതാണ്? 3 ആണ് അല്ലേ? 3 ആണ്. അപ്പോൾ 6/3 എന്ന് പറയുന്നത് 2 ആണ്. 15/3 എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 2/5. അപ്പോൾ 2:5 എന്ന് 2/5 അല്ല 2:5. ഇനി ഇവിടെ 2:5 തന്നിട്ടുണ്ട്, ഇവിടെ 2 ആണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 5 ആയിരിക്കും. അത് സിമ്പിൾ. ഇനി ഇവിടെ 1 തന്നിട്ടുണ്ട്, അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇവിടെ 1 തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 5/2 ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? 5/2. ഓക്കെ, 5/2 ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ 2:5 ഇവിടെ തന്നിട്ടുണ്ട്, ഇവിടെ 1 തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 2/5. ഓക്കെ, നമ്മുടെ ടേബിൾ ഏകദേശം ഇങ്ങനെയാണുള്ളത്. ഓക്കെ, 6:8 3:4 ഇത് ഇവിടെ 4 ആണ്. അതേപോലെ 6:15 വന്നാൽ 2:5 ആണ്. പിന്നെ 2 വന്നപ്പോൾ 2:5 ആണ്, അതും ഓക്കെ ആണ്. അതേ പിന്നെ 1 5/2 ആണ്. ഓക്കെ, 2:5 എന്ന് പറയുന്നത് ഇവിടെ 2/5:1 ആണ്. 2:5. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം.